പ്രിയമുള്ളവരെ, നമ്മുടെ ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന ഘട്ടത്തിലായതുകൊണ്ട് തന്നെ അല്പ രാഷ്ട്രീയ കാര്യങ്ങളൊന്ന് ചർച്ച ചെയ്യാം എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം തൊഴിലുറപ്പ് പദ്ധതി. 2005 മുമ്പ് ഇങ്ങനൊരു കേട്ടുകേഴ്വി പോലും ഉണ്ടായിരുന്നില്ല. തൊഴിലുറപ്പെന്നോ തൊഴിലുറപ്പ് പദ്ധതിയെന്നോ നമ്മൾ കേട്ടുകേഴ്വി പോലുമില്ല. ഇന്ന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളിൽ ഏതാണ്ട് ഒരു വർഷം അതിൻ്റെ 1/3 കാലഘട്ടങ്ങളിലെങ്കിലും ദിവസങ്ങളിലെങ്കിലും തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് രംഗത്തിറങ്ങുന്ന തൊഴിലാളികളെ നമുക്ക് കാണുവാൻ കഴിയും. കേരളത്തിലും അപ്രകാരം നമുക്ക് കാണുവാൻ കഴിയും. തൊഴിലുറപ്പ് തൊഴിലാളി എല്ലാ വാർഡുകളിലും പഞ്ചായത്ത് അടിസ്ഥാനത്തിലാണ്. ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചില സത്യങ്ങൾ നമുക്ക് തുറന്നു പറയേണ്ടതുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി ആരംഭിക്കുന്നത് 2005 അഥവാ ജന്മം കൊള്ളുന്ന 2005. ഇന്നേക്ക് 20 വർഷങ്ങൾക്ക് മുമ്പ് 2004 ഒരു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടന്നു. ആ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ 62 സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെട്ട് MP-മാരായി മാറി. അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണ രംഗത്ത് വരണമെങ്കിൽ ഈ 62 ഇടതുപക്ഷ MP-മാരുടെ പിന്തുണ കൂടി വേണ്ടതുണ്ട്. അതിനവർ ഇടതുപക്ഷ നേതാക്കന്മാരെ സമീപിച്ചു. നിരവധി വട്ടം ചർച്ചകൾ നടത്തി. അവസാനം പിന്തുണ കൊടുക്കാൻ ഇടതുപക്ഷം തീരുമാനിച്ചു. അപ്രകാരം നമുക്കെല്ലാം അറിയാം, ആ സർക്കാരിനെ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറത്ത് നിന്ന് പിന്തുണച്ചു. അവിടെ മന്ത്രിമാരാകുവാനോ ഭരണ നേതൃത്വ രംഗത്ത് വരുവാനോ തയ്യാറാവാതെ ആ ഭരണം നിലനിർത്താൻ ആവശ്യമായ ഭൂരിപക്ഷം ലഭിക്കുന്നതിന് ഇടതുപക്ഷത്തിൻ്റെ 62 MP-മാരെ കൂടി പിന്തുണ കൂടി നൽകിയുണ്ടായി. ഇതെല്ലാം നമുക്കറിയാവുന്ന കാര്യം. ഞാൻ നിങ്ങളുടെ ഓർമ്മയിലേക്കൊന്ന് കൊണ്ടുവന്നതേ ഉള്ളൂ. പക്ഷേ അപ്രകാരം പിന്തുണ കൊടുക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചില ഉപാധികൾ മുന്നോട്ട് വെച്ചു. ആ ഉപാധികളിൽ പ്രധാനപ്പെട്ടവയിൽ ഒന്നാണ് ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടത്. ഇന്ത്യ മഹാരാജ്യത്ത് ഉപജീവനാർത്ഥം തങ്ങൾക്ക് സ്വന്തമായുള്ള അധ്വാന ശേഷി അത് സമൂഹത്തിന് സേവനമായി നൽകുവാൻ തയ്യാറുള്ള തൊഴിലാളികൾ, പക്ഷേ അവർക്ക് തൊഴിൽ അവസരങ്ങളില്ല. അതുകൊണ്ട് ഒരു പ്രത്യേക പദ്ധതി ഇന്ത്യ മഹാരാജ്യത്ത് നടപ്പിലാക്കണം. 100 ദിവസമെങ്കിലും ഒരാണ്ടിൽ ഒരു തൊഴിലാളിക്ക് തൊഴിൽ ഉറപ്പ് വരുത്തണം. അതിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയമം കൊണ്ടുവരണം, നടപ്പിലാക്കണം. ഇതായിരുന്നു ഒരു പ്രധാന ഡിമാൻഡ്. മറ്റ് ഡിമാൻഡുകളൊക്കെ ഉണ്ട്, മറ്റവസരത്തിൽ സൂചിപ്പിക്കാം. അപ്രകാരം ഇടതുപക്ഷത്തിൻ്റെ 62 MP-മാരുടെ പിന്തുണ അനിവാര്യമായി വന്നതുകൊണ്ട് അപ്രകാരം മുന്നോട്ട് വെച്ച വ്യവസ്ഥ പ്രകാരം തൊട്ടടുത്ത വർഷം 2005 ഇന്ത്യ മഹാരാജ്യത്ത് ചരിത്രത്തിലാദ്യമായി തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുന്നു. അപ്പോൾ ഇതിൻ്റെ പിതൃത്വമാർക്കാം. ഇന്ത്യ മഹാരാജ്യം ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് നേതൃത്വം കൊടുക്കുന്ന LDF ഇന്നോളം ഭരണരംഗത്ത് വന്നിട്ടില്ല. അപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതൃത്വം എങ്ങനെ LDF അഥവാ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് അഥവാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എങ്ങനെ ഏറ്റെടുക്കുമെന്ന വസ്തുത ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് ചില ചോദ്യങ്ങൾ നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യം വളരെ വ്യക്തമായി സൂചിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തൊഴിലുറപ്പ് പദ്ധതിയുടെ പിതൃത്വം, അതിൻ്റെ ഉത്തരവാദിത്വം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമാണ്. അപ്രകാരം ഇന്ത്യ മഹാരാജ്യത്ത് 2005 തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കി. പക്ഷേ ക്രമേണ ഇങ്ങോട്ട് വന്ന സർക്കാരുകൾ, ഞാൻ അതിനകത്ത് മറ്റ് രാഷ്ട്രീയങ്ങളിലേക്കല്ല കിടക്കുന്നത്, സർക്കാരുകളൊക്കെ ഈ തൊഴിലുറപ്പ് പദ്ധതിയെ സാവകാശം ധൃതരാഷ്ട്ര ആലിംഗനം വഴി
ഞെരിച്ചു കൊല്ലുവാനുള്ള ശ്രമത്തിലാണ്. ധൃതരാഷ്ട്രയുടെ ആലിംഗനം പ്രസക്തമാണ്. കെട്ടിപ്പിടിക്കും, പപ്പടം പോലെ ഓടിക്കും. പിന്നെ ആ നിരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധാരണക്കാരന് കഴിയില്ല. ഇതാണ് വസ്തു. എന്ന് പറഞ്ഞതുപോലെ തന്നെ മനസ്സില്ലാ മനസ്സോടെ സാമ്പത്തിക നയത്തിൻ്റെ കാര്യത്തിൽ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയാലും BJP ആയാലും അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും ഒരേ നിലപാട് ഒരേ നയവുമാണ് എന്നുള്ളതുകൊണ്ട് തുടർന്നു വന്ന ഇപ്പോൾ യൂണിയൻ ഭരിക്കുന്ന BJP സർക്കാരും തൊഴിലുറപ്പ് പദ്ധതിയെ പ്രോത്സാഹിപ്പിക്കാനുള്ള നിലപാട് സ്വീകരിച്ചില്ല. കോടിക്കണക്കിന് തൊഴിലാളികളുടെ പെട്ടെന്ന് അതൃപ്തി നേടേണ്ട എന്നുള്ളതുകൊണ്ട് സാവകാശ തൊഴിലുറപ്പ് പദ്ധതിയെ പരാജയപ്പെടുത്താനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്രകാരമാണ് 2020-2021 സാമ്പത്തിക വർഷം 1,11,500 കോടി രൂപ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വകയിരുത്തിയിരുന്നു എങ്കിൽ തൊട്ടടുത്ത സാമ്പത്തിക വർഷം വന്നപ്പോൾ അത് 98 കുറയുന്ന സാഹചര്യം ഉണ്ടായി. 98,000 കോടി രൂപ. ശരി, അടുത്ത വർഷം വന്നപ്പോഴത്തേക്ക് അത് വീണ്ടും കുറഞ്ഞു. 78,000 കോടി എന്ന നിലയിലേക്ക് വീണ്ടും അത് കുറഞ്ഞു. ഇപ്പോൾ നടപ്പ് സാമ്പത്തിക വർഷം വന്നപ്പോൾ അതൊക്കെ എത്ര കുറഞ്ഞു? 60,000 കോടിയായിട്ട് കുറഞ്ഞു. അപ്പോൾ നേരെ കുറഞ്ഞു വരിക. കണ്ണ് കാണാത്ത അമ്മൂമ്മ അപ്പം ചുട്ടാൽ വിൽക്കാനുള്ള അപ്പം ചെറുതായി വരുന്നുള്ളൂ. അമ്മൂമ്മയ്ക്ക് കണ്ണ് കാണത്തില്ല, അമ്മൂമ്മയ്ക്ക് കണ്ണിന് കാഴ്ചയില്ല. അപ്പോൾ ഏത് തവിയിൽ എത്ര കോരി ഒഴിക്കുന്നത്, അരിമാവ് എത്ര കോരി ഒഴിക്കുന്നു എന്നുള്ള അമ്മൂമ്മയ്ക്ക് അറിയില്ല. അത് നിഷ്കളങ്കമാണ്. പക്ഷേ അമ്മൂമ്മ ചുടുന്ന അപ്പം ഒരു കാരണവശാലും വലുതാവുന്നില്ല. അത് അമ്മൂമ്മയ്ക്ക് നഷ്ടമാണ്, അമ്മൂമ്മയുടെ താല്പര്യത്തിന് വിരുദ്ധമാണ്. അപ്പോൾ അപ്പം ചെറുതാവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നതുപോലെ 1,11,500 കോടിയിൽ നിന്ന് ഇപ്പോൾ അത് 60,000 കോടിയായിട്ട് വിവിധ ഘട്ടങ്ങളിലൂടെ ഓരോ വർഷവും കുറഞ്ഞു വന്നു. കാലക്രമേണ ഇതില്ലാതെ വരുന്ന സ്ഥിതിയിലേക്ക് വരും. അപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് അത് ആരുടെ ശ്രമഫലമായി നടപ്പിൽ വന്നു? ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യൻ പാർലമെൻറ്റിൽ 5 പേരുടെ പിന്തുണയുള്ളൂ, 5 MPമാരുടെ പിന്തുണയുള്ളൂ. ഇതിനെതിരെ ശബ്ദം ഉയർത്താൻ 62 നിന്ന് 5 കുറഞ്ഞു. അത് വിവിധ രാഷ്ട്രീയ കാരണങ്ങളാൽ. അത് കുറഞ്ഞപ്പോൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയും അതേ രൂപത്തിൽ തന്നെ ചെറുതായി വന്നുകൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതി നിലനിൽക്കണം എന്നാഗ്രഹിക്കുന്ന അതിൽ പങ്കാളികളായിട്ടുള്ളവരും പ്രത്യക്ഷത്തിലും അതുപോലെ തന്നെ പരോക്ഷമായി അതിൻ്റെ ഗുണം അനുഭവിക്കുന്ന കുടുംബാംഗങ്ങളും അടക്കം മാറി സമൂഹത്തിനൊരു വലിയ പുരോഗതി ഉണ്ടാകാൻ കഴിയുന്ന ഇത്രയും പണം സാധാരണക്കാരുടെ കൈകളിലെത്തി റൊട്ടേറ്റ് ചെയ്യാനായിട്ട്, വിനിമയം ചെയ്യുവാനായിട്ട് സാഹചര്യം ഉണ്ട് എന്നുള്ളത് കൊണ്ട് അത് സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രസക്തമായ കാര്യമാണെന്നുള്ള തിരിച്ചറിവുള്ളവരും സമൂഹത്തെ സ്നേഹിക്കുന്നവരുമായ പൊതുജനങ്ങൾ ഈ തൊഴിലുറപ്പ് പദ്ധതി നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ആത്മാർത്ഥമായ ഇത്രയും ശ്രമം നടത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വേണോ പിന്തുണയ്ക്കുവാൻ, അതോ ഇതിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വേണോ പിന്തുണയ്ക്കുവാൻ എന്നതിനെക്കുറിച്ച് വോട്ടർമാരെ ചിന്തിക്കണമെന്നുള്ള അഭിപ്രായമാണ് എനിക്ക് അവസരം സൂചിപ്പിക്കാനുള്ളത്. ഇന്നാർ കൂട്ടിയണമെന്നോ ഇന്നാരെ വിജയിപ്പിക്കണമെന്നോ അത് അവരവരുടെ സ്വാതന്ത്ര്യം. ഞാൻ ആ ഭാഗത്തേക്ക് കിടക്കാനല്ല ഉദ്ദേശിക്കുന്നത്. ഞാനിത് സൂചിപ്പിച്ചത് തൊഴിലുറപ്പ് പദ്ധതി ഒരു നല്ല പദ്ധതിയാണ്. ഈ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി മറ്റാരെങ്കിലും ചെയ്യുന്നതിൻ്റെ പിതൃത്വം ഏറ്റെടുത്തുകൊണ്ട് ഇത് ഞാനാണ്, ഞങ്ങളുടെ സർക്കാരാണ്, ഞങ്ങളുടെ ഗവൺമെൻറ്റാണ് എന്നൊക്കെ പറഞ്ഞുള്ള പ്രചരണം നടത്തുന്ന ചില പ്രവർത്തകർ ഇതിനിടയ്ക്ക് ചർച്ച ചെയ്യുന്നത് ഞാനും എൻ്റെ ശ്രദ്ധപ്പെടുകയും ഞാനും നേരിട്ടത് കേൾക്കുകയും ചെയ്ത സാഹചര്യം പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അതല്ല വേണ്ടത്. ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു രാഷ്ട്രീയം പറയാനല്ല ഞാൻ ഈ വീഡിയോ കൊണ്ട് അർത്ഥമാക്കിയത്. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായാൽ, അതല്ല തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ളവരായാൽ, രാഷ്ട്രീയമായി വലിയ പ്രാധാന്യം കൊടുക്കാത്തവരായാൽ ഒക്കെ തന്നെ നമ്മൾ ഈ പൊളിറ്റിക്കലി ഓരോ ക്രിട്ടിക്കായിട്ട് മാറണം. അതിനോടൊപ്പം തന്നെ നമ്മൾ വിമർശകരുമാവണം. നമ്മളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് വിശ്വസിക്കുന്നെങ്കിൽ, അതിൻ്റെ പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ, ആ രാഷ്ട്രീയ പ്രസ്ഥാനം അധികാരത്തിൽ വരുമ്പോൾ
അവർ ജനങ്ങൾക്ക് നൽകുന്ന വാഗ്ദാനം, പ്രകടന പത്രികയിലൂടെ നൽകുന്ന വാഗ്ദാനം അത് നടപ്പിലാക്കുന്നുണ്ടോ? അതല്ലാതെ പുതിയ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് വരുമ്പോൾ ജനോപകാരപ്രദമായിട്ടാണോ നടപ്പിലാക്കുന്നത്? അതിനകത്ത് നമുക്ക് വിമർശനമുണ്ടോ? വിമർശനം സത്യസന്ധമായി തുറന്നു പറയണം. അങ്ങനെ വിമർശിച്ചാൽ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും അവരുടെ ഭരണ രംഗത്തെ അവരുടെ ഇടപെടലുകളെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും, അവരെ കറക്റ്റ് ചെയ്യാൻ കഴിയും. അപ്രകാരം കറക്റ്റ് ചെയ്യുന്നതിന് അത് നടപ്പിലാക്കുകയോ നടപ്പിലാക്കാതിരിക്കുകയോ ഒക്കെ ചെയ്യുന്ന ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പിന്നിലുള്ളവരും അത് സത്യസന്ധമായി ചിന്തിക്കുകയും സത്യസന്ധമായി വിലയിരുത്തുകയും ചെയ്യണം. അത്തരത്തിലുള്ളൊരു സംസ്കാരം നമ്മുടെ സമൂഹത്തിൽ, വിശേഷിച്ച് നമ്മുടെ ഭാരതീയ സമൂഹത്തിൽ അഥവാ നമ്മുടെ കേരള സമൂഹത്തിൽ അത്തരൊരു സംസ്കാരം ഉരുത്തിരിഞ്ഞ് വരണം. അതിൻ്റെ അനിവാര്യതയിലേക്കൊന്ന് ശ്രദ്ധ ക്ഷണിക്കുക എന്നത് മാത്രമാണ്, മറ്റൊരു ദുരുദ്ദേശവുമില്ല ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് എനിക്ക്. ആ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ എൻ്റെ അഭിപ്രായം തീർച്ചയായും എന്നെ കേൾക്കുന്നവർ ഉൾക്കൊള്ളും എന്ന വിശ്വാസത്തോടു കൂടി ഞാൻ അഡ്വക്കേറ്റ് കെ എൻ മോഹൻദാസ്.